ഹലോ ഗായ്സ്, അപ്പോൾ പ്രിയനദൻ വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു സ്കിൻ കെയറോ അതൊന്നും നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് കുറച്ച് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ വീഡിയോസൊക്കെ നമുക്കിനി വഴിയെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹെയർ കെയർ മാസ്ക് ആണ്. അതായത് എനിക്ക് നല്ലോണം താരമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നല്ലോണം താരമുണ്ട്. അപ്പോൾ നോർമലി ഞാൻ താരൻ വരുമ്പോഴും അതേപോലെ തന്നെ മുടി കുറച്ചിങ്ങനെ സിൽക്കിയൊക്കെ ആയിട്ട് കിടക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസ്ക് ആണ് കേട്ടോ. ഇത് 100% എഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കും പോലെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണുകയും ചെയ്യാം. ഞാൻ എൻ്റെ തലയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊരു അടിപൊളി മാസ്ക് ആണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഇതിന് കറ്റാർവാഴയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പലതരം കറ്റാർവാഴകൾ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അതിൻ്റെ ജെല്ലായിട്ടുള്ളത്. കൂടുതൽ പേർക്കും വീട്ടിലുള്ള കറ്റാർവാഴകൾ അധികം സ്യൂട്ട് ആവാറില്ല. ചിലർ പറഞ്ഞേക്കാറുണ്ട് ഇച്ചിങ് ഉണ്ടാവാറുണ്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയോ ഒന്നും വേണ്ട, ജെല്ല് അത് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കിവിടെ കറ്റാർവാഴയുണ്ട്, അപ്പോൾ നമുക്ക് പോയി മുറിച്ചിട്ട് വരാം. ഒരു വലിയ കറ്റാർവാഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് ഇത്രയൊക്കെ മതിയാവും. എൻ്റെ മുടി ഒരുപാട് ഉള്ളുള്ള മുടിയൊന്നുമല്ല, പക്ഷെ എന്നാലും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിൽക്ക്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും മുടിയിൽ. അപ്പോൾ കറ്റാർവാഴ എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ നല്ലോണം കഴുകി അതൊരു 10-15 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ മഞ്ഞ കറയുണ്ടല്ലോ അത് കളയാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്കും എന്തിൽ അപ്ലൈ ആണെങ്കിലും ഇറിറ്റേഷൻ, ഇച്ചിനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം ആ മഞ്ഞക്കറയെ കളഞ്ഞ് ഞാനത് കഴുകി എടുത്തിട്ട് വന്നത് കറ്റാർവാഴ കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുക്കുക. ഇനി ഇത് മൊത്തം ഇട്ടിട്ട് മിക്സിയിൽ അടിക്കണേക്കാൾ നല്ലത് ഒന്നുമില്ലെങ്കിൽ ജെല്ല് മാത്രം എടുത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയാലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ജെല്ല് എടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. അതായത് തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താരന് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് തൈര്. താരൻ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഒരു ഫംഗസ് ആണ്, നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഫംഗസ് ആണ് ഈ താരനായിട്ട് ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ടും പൊടിയായിട്ടും ഒക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് തൈര് അതിന് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ തൈര് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അതേപോലെ തന്നെ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അങ്ങനെ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും ഇല്ലാത്തതുകൊണ്ട് കോക്കനട്ട് ഓയിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സാധനമുണ്ട്. 1 ടേബിൾ സ്പൂൺ അത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മുട്ട. അത് മസ്റ്റാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് മുട്ട താല്പര്യമില്ല, അതിൻ്റെ ഇത് പറ്റണില്ല, ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ മുടിക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മുട്ട. വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ കളഞ്ഞിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി. മൊത്തമായിട്ട് എടുക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കാം. ഇത്രയും സംഭവം നമ്മൾ മൊത്തമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം കൈ കൊണ്ട് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ കറ്റാർവാഴയൊക്കെ പക്ഷെ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് നല്ല കഷ്ടമുണ്ട് ഇതിൽ. കുറച്ച് ക്യൂബായിട്ട് കറ്റാർവാഴ എടുക്കണത്. അപ്പോൾ നമുക്ക് എന്തെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് നമുക്ക് ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് ഫോമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഫുള്ളും തലയിൽ എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാം. റൂട്ട്, സ്കാൾപ്പ്, എവിടെ ഫുള്ള് ഒരു പ്രശ്നമില്ല, മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായി ഫസ്റ്റ് സ്കാൾപ്പിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഇത് മൊത്തം നമ്മുടെ മുടിയിലേക്ക് ഫുള്ള് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ ആകെ കുളമാവും, ആകെ ഒരു എന്താ പറയുക മുട്ടയും ഒക്കെ കൂടിയുള്ളൊരു വല്ലാത്തൊരു വൃത്തികേടാവും ഇവിടെയൊക്കെ. പക്ഷെ എന്നാലും സാരില്ല, നമ്മുടെ മുടിയുള്ള ഭംഗിയിൽ കിട്ടും.
നിങ്ങൾക്ക് ഇതൊക്കെ ബാത്റൂം പോയിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ചെയ്യണത്. ഇത് ബാത്റൂം പോയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും വൃത്തിയേട് നമ്മുടെ ഹോളിലും റൂമിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ മാസ്ക് ഞാൻ മൊത്തമായിട്ട് തലയിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ 20 മിനിറ്റ്. കാരണം കറ്റാർവാഴ തണുപ്പുള്ള കാരണം നമുക്ക് ചിലവർക്ക് അതൊന്നും അത്ര പറ്റില്ല. ജലദോഷം, നീരിറക്കൊക്കെ വരും. അങ്ങനെയുള്ളവർ വേഗം കഴുകിക്കളയുക. ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റുന്നുള്ളവർ മാക്സിമം ഒരു അരമണിക്കൂർ, അതിക്ക് അപ്പുറം പോകേണ്ട ആവശ്യമുണ്ട് തോന്നണില്ല. അപ്പോൾ ഈ ഒരു മാസ്ക് ഞാനൊരു 10-20 മിനിറ്റോളം വെക്കുന്നുണ്ട്. എന്തായാലും ഇത് വച്ച് കഴുകി ശേഷം വരാട്ടോ. അപ്പോൾ ഞാൻ വന്നു, 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ മാസ്കൊക്കെ നല്ലോണം ഷാമ്പു ഇട്ടിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് എല്ലാം നമ്മുടെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയർ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുന്നേ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, ഇപ്പം അത്രയ്ക്കില്ല, നല്ലോണം റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇതൊരു ആഴ്ചയിൽ 2 വട്ടം ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. ഇപ്പം തന്നെ നമുക്ക് മുടി കണ്ടാൽ അറിയാം. ഞാൻ ആദ്യം കാണിച്ച മുടിയും ഇത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് നല്ല കുറച്ചൊരു ഉള്ളുള്ള പോലെ നല്ല ബൗൺസി ആയിട്ട്, ഇതാണ് റിസൾട്ട്. ലാസ്റ്റ് റിസൾട്ട് ഇതാണ്. നല്ല ബൗൺസി ആയി കിടക്കുന്നുണ്ട് മുടി, നല്ല സ്മൂത്ത്. അതായത് ഒരു സ്പായൊക്കെ ചെയ്തൊരു എഫക്റ്റ് ഇപ്പോൾ ഒരു മുടിക്കുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു മാസ്ക് ഒക്കെ നമ്മൾ നാച്ചുറലി ഒരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഹാർഷായിട്ടുള്ള ഒരു ഷാംപൂസ് ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും മൈൽഡായിട്ടുള്ള, എസ്പെഷ്യലി സൾഫേറ്റ്, പാരബൻ, ഇത് രണ്ടും ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഷാംപൂ മെയിനായിട്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷാംപൂ തന്നെയാണ്. കാണിച്ചു തരാം. കണ്ടോ, ഈ സെബാമെഡിൻ്റെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ, ഇതിന് വില എന്ന് പറയണത് 530 രൂപ, 500 സംതിങ് രൂപയാണ് ഇതിന്. ഈ സെബാമെഡിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഇത് അത്യാവശ്യം നല്ല ഡാൻഡ്രഫ് നല്ലോണം റിമൂവ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു കേടുമില്ല. നിങ്ങൾ എപ്പോൾ ഷാംപൂ വാങ്ങിക്കുമ്പോഴും മെയിനായിട്ട് ചൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേര് മാത്രം നോക്കരുത്. പേരിലല്ല ഇരിക്കണത്. ഈ കണ്ടൻസുകൾ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമുക്കതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടന്റ് ഒന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. എങ്കിലും ശ്രദ്ധിക്കുക. ആൽക്കഹോൾ, പാരബിൻ, സൾഫേറ്റ്, ഇത് കാണുന്ന ഷാംപൂ എത്ര പരസ്യം വന്നിട്ടുള്ള ഷാംപൂ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര പേര് കേട്ട ഷാംപൂ ആണെന്നുണ്ടെങ്കിൽ വാങ്ങരുത്. അത് മുടിക്ക് അത്രത്തോളം ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഇത് പ്രത്യേകം സൂക്ഷിക്കുക. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ മുടിയിൽ ചെയ്ത ശേഷം ആഴ്ചയിൽ 2 വട്ടമൊക്കെ മാക്സിമം ചെയ്യുക. അത് കൂടുതലും ചെയ്യരുത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ആ പഴയ ചീപ്പുണ്ടല്ലോ, അതായത് നമ്മൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ചീപ്പ്, അതൊന്നും യൂസ് ചെയ്യരുത്. അത് ഫസ്റ്റ് തിങ്ങാണ്. അതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നതിന് ആ സമയം തന്നെ അത് നല്ല ക്ലീനാക്കി കഴുകി, ചൂടുവെള്ളത്തിലിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ ബാത്ത് ടവല്. ഈ ബാത്ത് ടവലും അതെ, നമ്മൾ മാക്സിമം നമ്മുടെ ടവല് ആരുമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ താരം എന്ന് പറഞ്ഞത് അങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു അസുഖമൊന്നുമല്ല. എങ്കിലും വേറെ ആർക്കെങ്കിലും നമ്മുടെ താരം ചിലപ്പോൾ അത് കൈമാറുക, അവരുടെയും നമുക്ക് വരിക, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ തോർത്തും ചീപ്പ്, നമ്മുടെ തലയണയുടെ പില്ലോ കവർ ഉണ്ടല്ലോ, അതും ഇതൊന്ന് കഴിഞ്ഞ ശേഷം, ഈ മുടിയുടെ ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കവറും ഇതേപോലെ തന്നെ നമ്മൾ മാറ്റി പുതിയൊരു കവർ ഇടുക. കാരണം നമ്മൾ കിടക്കുമ്പോൾ രാത്രി നമ്മുടെ ഹെഡിൽ നിന്ന് ഓയിൽ സെക്രേറ്റ് ചെയ്യും. അത് വഴി നമ്മുടെ തലയിണയിൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിൽ താരനും എണ്ണമെഴുക്കും ഓൾറെഡി നമ്മുടെ ഹെഡിൽ ഓയിൽ സെക്രേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ എത്ര എണ്ണ തേച്ചില്ല എന്ന് പറഞ്ഞാലും കുറച്ചൊരു ഓയിൽ നമ്മുടെ ഹെഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതും ആ തലയിണയിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഇതൊക്കെ 3 കാര്യം നിങ്ങൾ മറക്കാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ചീപ്പ്, രണ്ടാമത്തെ വൺ നമ്മുടെ ബാത്ത് ടവൽ, മൂന്നാമത്തെ കാര്യം നമ്മുടെ തലയണ കവർ, അതും മാറ്റാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് താരനുണ്ട്. ഇപ്പോൾ ഭയങ്കര താരനാണ്, ഇങ്ങനെ പൊളിഞ്ഞു വരിക, ഫ്ലേക്സ് ആയിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർ നാരങ്ങനീര് 1 ടീസ്പൂണ് നമ്മുടെ ഈ പറഞ്ഞ മിക്സ്ചറിൽ കലക്കിയിട്ട് അത് നല്ലോണം തലയിൽ ഇതേപോലെ മസാജ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് ശേഷം കഴുകിക്കളഞ്ഞാലും നല്ലോണം താരന്
ശല്യം കുറവുണ്ടാവും. ആഴ്ച ഒരു വട്ടം മാത്രം നാരങ്ങനീര് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാരങ്ങനീര് നമ്മുടെ മുടിക്ക് നല്ല അത്രത്തോളം എപ്പോഴും യൂസ് ചെയ്യണത് മുടി കുറച്ചൊരു ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ മാസ്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാസ്കാണ്. ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയും ചെയ്തു, അതിൻ്റെ മുന്നേയുള്ളതും പിന്നെയുള്ളതും. തമ്പനയിൽ ഞാൻ ഇതേപോലെ അറ്റാച്ച് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഫോട്ടോയിൽ കാണുന്നുണ്ട്, ഞാൻ മുന്നേ ചെയ്തതും ആഫ്റ്റർ ആയിട്ടുള്ളതും. നല്ല നീറ്റായിട്ട് എല്ലാ ഓൾമോസ്റ്റ് 90% തലയിൽ താരനും, പിന്നെ അതേപോലെ താരനേക്കാളേറെ നമ്മുടെ മുടി ഭയങ്കര സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. ആ ഒരു എഫക്റ്റും ഈ ഒരു മാസ്കിൽ കൂടെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.